സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചീര അമ്പിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ ഈ കറിക്ക് പറയുന്ന പേരാണ് ഇത്. അതിന് ഒരു ചെറിയ ചേമ്പെടുത്ത് ചെറുതായി മുറിച്ചെടുക്കാം. ഒരു പിടി ചീര ചെറുതായി മുറിച്ചതും എടുക്കാം. ഇനി ഈ കറി ഉണ്ടാക്കുന്നതിനനുസരിച്ച് പറയാം. ഇനി ചേമ്പ് കുക്കറിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു നുള്ളി ജീരകവും 2 പച്ചമുളകും കൂടി അരച്ചെടുക്കാം. ഈ കറിയും ഒരു നല്ല സ്വാദുള്ള കറി തന്നെ ആയിരുന്നു. ഇനി ചേമ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷമാണ് വേവിക്കേണ്ടത്. ഇനി ഇത് കുക്കറിൽ 3 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ചീര ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ജീരകത്തിൻ്റെ പച്ചമണം പോകുന്നത് വരെ വേവിച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ സ്വാദുള്ള എന്തെല്ലാം കറികളുണ്ട്. ഇനി ഇതിലിട്ട ചീര വേവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങ അരച്ചതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ചീര വെന്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കി 1 കപ്പ് മോരൊഴിച്ചു കൊടുക്കാം. ഇനി കറി വറുത്തിടാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വറുത്തിടാം.
വറുത്തെടുത്ത ശേഷം ഇത് കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. പേര് കേട്ടിട്ടില്ലെങ്കിലും കറി സൂപ്പറാണ്. ഈ കറി നിങ്ങളൊന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.